നമസ്കാരം. ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇടവമാസം 1-ാം തീയതി വെള്ളിയാഴ്ച, മഹാമുപ്പട്ട് വെള്ളിയാഴ്ച. ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധനസമൃദ്ധിയും ദേഹി ദേഹി നമ. ഈ ഒരൊറ്റ ഭാഗ്യമന്ത്രം മതി ഇന്നു മുതൽ 12 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളും അമ്മ മഹാലക്ഷ്മി വർഷിക്കുവാൻ. ഇന്ന് രാവിലെ മഹാലക്ഷ്മി പൂജയ്ക്ക് ശേഷം മനോഹരമായി പ്രശ്നം വെച്ചു. ഞാനിവിടെ പറയുന്ന 12 നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് ധന സൗഭാഗ്യം ഒഴുകിയെത്തുന്ന ദിവസങ്ങളാണ് ഇന്നു മുതൽ വന്നു ചേരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ആ മന്ത്രമുണ്ടല്ലോ, 21 ദിവസം തുടർച്ചയായി ദിവസവും 11 പ്രാവശ്യം വീതം രാവിലെ ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും നീങ്ങി, സകല സാമ്പത്തിക ബാധ്യതകളും കടബാധ്യതകളും നീങ്ങി സാക്ഷാൽ മഹാലക്ഷ്മി ദേവി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യവും നൽകും. ഇടവം 16 പൗർണമി മുതൽ ഈ 12 നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് സാമ്പത്തിക നേട്ടങ്ങളുടെ, ഐശ്വര്യങ്ങളുടെ, വിജയത്തിന്റെ, നേട്ടങ്ങളുടെ മഹാപ്രവാഹമാണ് വന്നു ചേരുന്നത്. ഇന്ന് താമ്ര പ്രശ്നം നോക്കുമ്പോൾ ഈ 12 നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് എന്റെ അമ്മ മഹാമായ പൊന്നു തമ്പുരാട്ടി അമ്മ മഹാലക്ഷ്മിയും സാക്ഷാൽ ഗുരുവായൂരപ്പനും സർവ ഐശ്വര്യങ്ങളും വാരി വിതറാൻ പോവുകയാണ്. ഇന്ന് ഈ ഇടവമാസം 1-ാം തീയതി മുതൽ ഇവിടെ പറയുന്ന 12 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും ഉയർച്ചകളും വന്നു ചേരുകയാണ്. സാമ്പത്തികം, സൗഭാഗ്യം, കുടുംബം, വ്യക്തിബന്ധങ്ങൾ എന്നിവയിലെല്ലാം ഈ 12 നക്ഷത്രക്കാർക്കും മാറ്റങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ, ഭവന നിർമ്മാണ യോഗം, വാഹന യോഗം, സാമ്പത്തിക സൗഭാഗ്യം എല്ലാം ഈ നാളുകാരിലേക്ക് വന്നു ചേരുകയാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന മഹാദുരിതങ്ങളുടെ, കഷ്ടപ്പാടുകളുടെ, അലച്ചിലുകളുടെ ലോകത്തിൽ നിന്ന് സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ, സാമ്പത്തിക നേട്ടങ്ങളിലേക്കുള്ള യാത്ര. ഇടവമാസം 18-ാം തീയതി വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അഭൂതപൂർവങ്ങളായ വിജയങ്ങളാണ് ഈ നാളുകാരി തേടിയെത്തുന്നത്. അത്യപൂർവമായ പഞ്ചമഹാരാജയോഗത്തിലൂടെ ഇന്നു മുതൽ ഈ നാളുകാർക്ക് സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുകയാണ്. ഒപ്പം അസാധാരണമായ ഗജകേസരി യോഗവും പുച്ഛിച്ചവരും ആട്ടിപ്പായച്ചവരും മാറ്റി നിർത്തിയവരും എല്ലാം ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങൾ വന്നു ചേരുകയാണ്. നിങ്ങളുടെ ചാരവശാലുള്ള ഈ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുമ്പോൾ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരിൽ ചില നക്ഷത്രക്കാർക്ക് അപൂർവങ്ങളിൽ അപൂർവമായ പഞ്ചമഹാരാജയോഗം വന്നു ചേരുകയാണ്. ഗ്രഹചാരവശാലും രാശിചക്രത്തിലും കണ്ട ഈ ഗുണങ്ങൾ, ഈ സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുവാൻ നിങ്ങളുടെ ജാതകം ഉത്തമനായ ഒരു ജ്യോതിഷിയെ കൊണ്ട് വിലയിരുത്തി വേണ്ടതായിട്ടുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. പലപ്പോഴും കുടുംബദോഷങ്ങളും ശത്രുദോഷങ്ങളും നീചകർമ്മ ആഭിചാര ദോഷങ്ങളും എല്ലാം ചില നാളുകാർക്ക് വന്നു ചേരുന്നതായിട്ടുള്ള സൗഭാഗ്യങ്ങൾ പൂർണ്ണമായിട്ടും അവരിലേക്ക് വന്നു ചേരുന്നതിന് തടസ്സം സൃഷ്ടിക്കും. അതുകൊണ്ട് ഇവിടെ പറയുന്ന നക്ഷത്രക്കാർ ജാതകം നന്നായി പരിശോധിപ്പിച്ച് വേണ്ടതായ പരിഹാര പൂജകൾ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രശ്നചിന്ത നടത്തി വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുകയോ വേണം. അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം. നാളെ സ്വസ്തിക പത്മമിട്ട് വിശേഷവിധിയുടെ ശനി പൂജയും വൈകിട്ട് മഹാരുദ്രാഭിഷേകവും നടക്കും. വ്യാഴാഴ്ച മഹാവിഷ്ണു പൂജയും ലക്ഷ്മി പൂജയും നടക്കും. അതുപോലെ ലക്ഷ്മി നാരായണ പൂജയും നടക്കും. തൊഴിൽ സൗഭാഗ്യം വന്നു ചേരുന്നതിന് ഏറ്റവും ഉത്തമമായ ഒന്നാണ് ലക്ഷ്മി നാരായണ പൂജ. വെള്ളിയാഴ്ച ലക്ഷ്മി കുബേര പൂജയും ശനിയാഴ്ച അഘോര ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും നടക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക. എഴുതിയെടുത്ത് എല്ലാ പൂജകളിലും ഉൾപ്പെടുത്തും. ഇനി എന്റെ രാശിഫലയിലും ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും കൊണ്ടുണ്ടാകുന്ന പൊതുഫലങ്ങൾ നോക്കാം. പൊതുഫലങ്ങൾ ഒരു നിശ്ചിത കാലയളവിലെ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനങ്ങളാണ്. എന്നാൽ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന യഥാർത്ഥ ഫലങ്ങൾ ജനന സമയത്തെ ഗ്രഹനില, അതിൽ നിന്നുണ്ടാകുന്ന യോഗങ്ങൾ, നിലവിലെ ദശ, അപഹാരങ്ങൾ എന്നിവയെ ആശ്രയിച്ച്. എന്നിരുന്നാലും ഈ പൊതുഫലങ്ങളെ ഒരു സൂചനയായി ഉപയോഗിച്ച് വിശദമായ ജാതക വിശകലനം നടത്തി ദശാനാഥനെ പ്രീതിപ്പെടുത്താനുള്ള വഴികൾ തേടുകയും ദോഷപരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്താൽ നല്ല സമയങ്ങളുടെ ഗുണഫലങ്ങൾ പരമാവധി അനുഭവിക്കാനും പ്രതികൂല സമയങ്ങളെ കൂടുതൽ എളുപ്പത്തിൽ തരണം ചെയ്യുവാനും സാധിക്കും. ഇന്ന് ഇടവമാസം 1-ാം തീയതി മുതൽ സൗഭാഗ്യ പെരുമഴ വന്നു ചേരുന്ന ആദ്യ നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ജീവിതത്തിൽ വളരെയേറെ സമാധാനവും ശാന്തതയും വന്നു ചേരുന്ന ദിവസങ്ങളാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. കാര്യതടസ്സങ്ങളും പുത്രദുഃഖവും കലഹവും വാക്കുതർക്കങ്ങളും കൊണ്ട് കലുഷിതമായിരുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് ഇനി സമാധാനിക്കാം. 2 കൂറുകളിൽപ്പെട്ട ചിത്തിര നക്ഷത്രക്കാർക്ക് കാര്യവിജയമുണ്ടാകുന്ന സമയമാണ്. പുതിയ കാര്യങ്ങൾക്ക് ധൈര്യത്തോടെ നിങ്ങൾക്ക് തുടക്കം കുറിക്കാം. സംരംഭങ്ങളിൽ വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രതീക്ഷകൾ
പൂവണിയുന്ന സമയം. അതുപോലെ ആരോഗ്യപരമായിട്ടും വളരെ നല്ല സമയമാണ് ചിത്ര നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. രോഗാദി ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നവർക്ക് ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കും. രോഗാരിഷ്ടതകൾ മാറുന്നത് വളരെയേറെ ആശ്വാസകരമായി മാറും. സങ്കടക്കടലിൽ പല ചിത്ര നക്ഷത്രക്കാർക്കും ഉറക്കം പോലും നഷ്ടപ്പെട്ടിരുന്നു. കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളും വളരെയേറെയാണ് ചിത്ര നക്ഷത്രക്കാരെ വിഷമിപ്പിച്ചിരുന്നത്. എന്നാൽ ബാങ്കുകളിലെ കുടിശ്ശിക തീർക്കുവാനും കൈകളിൽ വളരെയേറെ സമ്പാദ്യം വന്നു ചേരുവാൻ കഴിയുന്ന ദിവസങ്ങളാണ് കടന്നു വരുന്നത്. ഭഗവാൻ മഹാവിഷ്ണു നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങളാണ്. പരമാവധി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതം പൂർണ്ണതയിലെത്തും. വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത്. ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ വ്യക്തത വേണം എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും. പലപ്പോഴും ജീവിതത്തിലും ജോലിയിലും എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ്. സംസാരിക്കുമ്പോൾ അമിത ദേഷ്യത്തെ നിയന്ത്രിക്കുന്നതിനും ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം അത് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. മനോവേദനയാൽ ദുഃഖിച്ചിരുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സമാധാനവും ശാന്തതയും വന്നു ചേരുന്ന സമയം. ജോലി, സാമ്പത്തികം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. സ്വസ്ഥമായ ഒരു ജീവിതം ഇനി എന്ന് ഉണ്ടാകും എന്ന് ചിന്തിച്ചിരുന്ന അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ശാന്തി, സമാധാനം എന്നിവ കടന്നു വരുന്ന ഈ സുദിനങ്ങളെ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ സ്വീകരിക്കുക. സാമ്പത്തിക വിഷമതകളൊക്കെ മാറും, കടബാധ്യതകൾ മാറും. സങ്കടക്കടലിൽ നിന്നാണ് അശ്വതി നക്ഷത്രക്കാർ സന്തോഷത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ജീവിതത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അശ്വതി നക്ഷത്രക്കാർ അനുഭവിക്കാത്ത പ്രയാസങ്ങളില്ല. എനിക്ക് എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം എന്ന് ചിന്തിച്ച ആ അവസ്ഥയിൽ നിന്നും പരിപൂർണമായ മോചനമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും ധനവുമെല്ലാം കടന്നുവരും. കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ദേശത്തൊക്കെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും. വിവാഹ തടസ്സം മാറും. തൊഴിലിൽ ഉയർച്ചയുണ്ടാകും. തൊഴിൽ നേട്ടമുണ്ടാകും. ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക. ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ, ഭഗവതിയുടെ, അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും. ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും. സാമ്പത്തിക വിഷമതകൾ മാറും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. പുണർന്നമാണ് അടുത്ത നക്ഷത്രം. മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും വളരെയേറെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. കുറച്ചു കാലമായി അലട്ടിയിരുന്ന അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും. പല മേഖലകളിലും ഉജ്ജ്വലമായ തീരുമാനങ്ങൾ എടുക്കാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയാകും. വരുന്ന ഒരു വർഷം സാമ്പത്തികമായും തൊഴിൽപരമായും അനുകൂല സമയമാണ്. മഹാവിഷ്ണുവിന്റെ, മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലി പുണർന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കുമെന്നാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത്. ഉദ്യോഗ കയറ്റം, ശമ്പള വർധന, അംഗീകാരങ്ങൾ എന്നിവയൊക്കെ തേടി വരുന്ന ഒരു സമയമാണ്. മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാവും. പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. കുറച്ചു കാലമായി ലഭിക്കാതിരുന്ന ധനം വന്നു ചേരും. ഭാവിയിലേക്ക് നിക്ഷേപം നടത്തുവാൻ ഏറ്റവും അനുകൂല സമയമാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. ശത്രുക്കൾ നിഷ്പ്രഭരാവും. ആത്മവിശ്വാസം അനുഭവപ്പെടും. തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചു തുടങ്ങും. പല പ്രാവശ്യം മാറ്റിവെച്ച പദ്ധതി പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്ന സമയമാണ് വന്നു ചേരുക. മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്താൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുക. ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം. വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നിശ്ചയിക്കുന്ന സമയമാണ് വന്നു ചേരുക. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുടുംബ ജീവിതം സന്തോഷകരമാവും. ചെലവുകളൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ പുണർന്ന നക്ഷത്രക്കാർക്ക് സാധിക്കും. ആദ്യം പറഞ്ഞതുപോലെ വിദേശത്ത് ജോലിക്ക് അവസരം ലഭിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ഈശ്വരാധീനം കൊണ്ട് പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. ഭഗവാനും ഭഗവതിയും മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും രോഹിണി നക്ഷത്രക്കാർക്ക് സകല സൗഭാഗ്യങ്ങളും നൽകും എന്നാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത്.
തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് തൊഴിലിൽ പുതിയ ഉയർച്ചയും അതുപോലെ സ്ഥാനക്കയറ്റവുമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഒരുപാട് നേട്ടം ഉണ്ടാകുന്ന ഒരു കാലമാണിത്. സാമ്പത്തിക നില മെച്ചപ്പെടും, മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനാവും, പുതിയ പങ്കാളിത്തങ്ങൾ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം, സുഹൃത്തുക്കളുമായി ഒത്തുകൂടുന്നതിനുള്ള സമയം വന്നു ചേരും, ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് സർക്കാർ മേഖലകളിൽ നിയമനം ലഭിക്കും, വിവാഹ ആലോചനകളിൽ തീരുമാനമാകും, പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും. അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും അനുഗ്രഹിക്കുന്നുകൊണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ ഏറ്റവും അനുകൂല സമയമാണ്. അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണിത്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും. തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. സന്താന സൗഭാഗ്യത്തിനും യോഗം കാണുന്നു. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക. മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം ഇവർക്കുണ്ടാകും. കുടുംബത്തിൽ സർവത്ര ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചിലർക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം സഫലമാവും. അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന സമയം കൂടിയാണ്. അത്തമാണ് അടുത്ത നക്ഷത്രം. പുതിയ മാസത്തിലേക്ക് കടക്കുമ്പോൾ അത്തരംകാർക്ക് ഭാഗ്യമാണ് ജീവിതത്തിൽ ഉണ്ടാവുക. ഭാഗ്യ വിരമഴക്കാലം എന്ന് തന്നെ പറയാം. സർവ മേഖലകളിലും മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യം അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇത്. സൗഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമാണ് വന്നു ചേരുക. പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ആത്മാഭിമാനം ഉയരുകയും ആളുകളുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും. ഈ പ്രണയ ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധ്യതയുള്ള സമയമാണ്. സാമ്പത്തിക വിഷമതകളൊക്കെ മാറി, കടബാധ്യതകളൊക്കെ മാറി, ധനപരമായി നല്ലൊരു ഭാവി തെളിഞ്ഞു വരുന്ന സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക. വിശാഖമാണ് അടുത്ത നക്ഷത്രം. മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം വളരെയേറെ വന്നു ചേരുന്ന ഒരു നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം. വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തും വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വർഷമാണ് വന്നു ചേരുക. നേതൃ ചുമതലകൾ വഹിക്കാനുള്ള അവസരം തേടിയെത്തും. ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും. പ്രണയ ജീവിതത്തിലും ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം തുണയ്ക്കുമെന്നാണ് ദർശന ചിന്തയിൽ കാണുവാൻ സാധിച്ചത്. ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ വളർത്താനും ഇവർക്ക് സാധിക്കും. അതുപോലെ തൊഴിൽ മേഖല വളരെയധികം മെച്ചപ്പെടുന്ന സമയമായിരിക്കും. ബന്ധങ്ങളും കൂടുതൽ ദൃഢമാകും. വിദേശ യാത്രയ്ക്കുള്ള അവസരം ലഭിക്കും. ആത്മീയമായ വളർച്ച കൈവരിക്കാനുള്ള അവസരവും ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുമുള്ള മനസ്ഥിതി അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ്. ഉയർച്ചയുടെ നാളുകൾ വന്നു ചേരുന്ന മറ്റൊരു ഭാഗ്യ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. സുപ്രധാനപ്പെട്ട 3 ഗ്രഹങ്ങളുടെ ഗോചര മാറ്റത്തോടുകൂടി പൂരാടം നക്ഷത്രക്കാർക്ക് വളരെയധികം ധനസൗഭാഗ്യം വന്നു ചേരും. അനുയോജ്യമായ വിവാഹ ബന്ധത്തിലൂടെയും പൂർവിക സ്വത്ത് വന്നു ചേരുന്നതിലൂടെയും ലോട്ടറി സൗഭാഗ്യത്തിലൂടെയും വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളാണ് പൂരാടം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളൊക്കെ മാറും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സർക്കാർ മേഖലയിൽ ജോലിക്ക് പ്രവേശനം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദേശത്ത് തൊഴിലവസരങ്ങൾ വന്നു ചേരും. പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും. മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും. ഈശ്വരാധീനം വളരെയധികമുള്ള സമയമാണ്. അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഒരുപോലെ പൂരാട നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് കർമ്മ മേഖലയിൽ നിർണായകമായ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും. വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും. ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമാണ് പൂരാട നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. വ്യക്തി ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സൗഭാഗ്യകരമായ ഒരു സമയമാണ് പൂരാട നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. ഭാഗ്യ പെരുമഴിയിൽ സൗഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും വളരെയധികം ഭാഗ്യാനുഭവങ്ങളായിരിക്കും പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുക. സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളൊക്കെ മാറി ധനപരമായി ഉയർച്ച വന്നു ചേരും. കുടുംബ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറി കൂടുതൽ ദൃഢമാകുന്ന കുടുംബ ബന്ധങ്ങൾ വന്നു ചേരും. ഇണങ്ങി നിന്നിരുന്ന സുഹൃത്തുക്കളൊക്കെ അടുത്തു വരുന്ന സമയമാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വരിക. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ചില സൗഭാഗ്യങ്ങൾ, ചില നേട്ടങ്ങളൊക്കെ ഈ ഒരു വർഷം ഇവരെ തേടിയെത്തും എന്നുള്ളതാണ്. ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ കഴിയും. പുത്തൻ ആശയങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ കഴിയും. വിവാഹ ആലോചനകൾ ഫലപ്രാപ്തിയിലെത്തും.
ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ മൂലം അകന്നു കഴിഞ്ഞവർ അടുക്കും. സകല സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും. സമൂഹത്തിൽ നിലയും വിലയും വർദ്ധിക്കും. കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകും. അറിവുള്ളവരും വിനയാന്വിതരുമാകുന്ന സമയമാണ് വന്നു ചേരുക. കർമ്മരംഗത്ത് സ്വതന്ത്രമായി മുന്നോട്ട് പോകുവാൻ കഴിയും. ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയും. ഭാഗ്യനേർമഴിയിൽ സർവ്വസൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാവും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. തൊഴിൽ തേടുന്നവർക്കും നല്ല സമയമാണ്. സാമൂഹിക ജീവിതത്തിലും പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക. സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും നേടും. അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടമുണ്ടാകും. ആരോഗ്യ രംഗത്തൊക്കെ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർക്ക് വന്നു ചേരുക. ഈശ്വരാധീനം കൊണ്ട് എല്ലാം നേടിയെടുക്കുവാൻ കഴിയും. ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും. കലാകാരന്മാരായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പെരുമയും പേരും നിലനിർത്തുവാൻ സാധിക്കും. വിദേശ യാത്രയ്ക്ക് അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പ്രതീക്ഷകൾ പൂവണിയും. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുകയും ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യും. വാക്ചാതുര്യത്താൽ ആരെയും വശീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും. വരുമാനം വർദ്ധിക്കും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം നടക്കും. ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക. അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക നേട്ടം ഇവരിലേക്ക് വന്നു ചേരും. ഉദ്യോഗസ്ഥർക്ക് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടും. സന്താനങ്ങൾ സൗഭാഗ്യം ഉണ്ടാവുന്ന ഒരു സമയമാണ് വന്നു ചേരുക. ഉത്തരമാണ് അടുത്ത നക്ഷത്രം. വളരെ സൗഭാഗ്യം നിറഞ്ഞൊരു സമയമാണ് ഉത്തര നക്ഷത്രക്കാർക്ക്. അത്യപൂർവമായ ഗജകേസരി യോഗമാണ് ഉത്തര നാളുകാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്കാണ് ഉത്തര നാളുകാർ ചെന്നു ചേരുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അനാവശ്യമായ ചിലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അത് തിരിച്ചറിഞ്ഞ് പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ഉത്തര നക്ഷത്രക്കാർ ചെയ്യേണ്ടത്. ആരോഗ്യപരമായിട്ടും വളരെ നല്ല സമയമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. പല വിധത്തിലുള്ള നേട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത്. കഴിയത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഈ നാളുകാർക്ക് വളരെയേറെ പ്രയോജനകരമായി മാറും. കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും. അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത്. ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത്. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും. ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും. സ്ഥാനകയറ്റം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമാണ്. ദീപപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തികർ രാജാവിനെ പോലെ വാഴാൻ പോകുന്ന സമയമാണ്. അമ്മ മഹാലക്ഷ്മിയുടെ ഗുരുവായൂരപ്പന്റെ ദേവചൈതന്യം കാർത്തികക്കാരിലേക്ക് ഒഴുകിയെത്തുന്ന സമയമാണ്. സങ്കടക്കടലിൽ നിന്ന് സന്തോഷത്തിലേക്ക് നടന്നു നീങ്ങാൻ പോവുകയാണ് കാർത്തികക്കാർ. ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കും. കുടുംബ ജീവിതം കൂടുതൽ സന്തോഷകരമാകും. പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും. പഴയ ഒരു സുഹൃത്തിനെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട്. വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും. ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും. വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും. രാഹുവിന്റെയും ചൊവ്വയുടെയും ചെറിയ ക്രോസിംഗ് ഉള്ളതുകൊണ്ട് എതിരാളിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രണയ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത്. കടം കൊടുത്ത പണം മടക്കി കിട്ടും. കോടതി കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് മാറും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയമാണിത്. സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും.
ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് പൊതുവെ ഗുണകരമായ ഒരു കാലമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അനുഭവപ്പെടുക. ആദ്യം പറഞ്ഞതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാകും. ദീർഘകാലമായുള്ള പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും. ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കർമ്മ മേഖലയിൽ ശോഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകും. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കും. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് വന്നു ചേരുന്നത്. ഈ ജാതകരിൽ പലർക്കും താമസം മാറേണ്ടി വരുന്നതായി കാണുന്നു. ആ മേഖലകളിൽ നിന്നും അംഗീകാരങ്ങളും ബഹുമതികളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. തിരുവോണമാണ് അടുത്ത നക്ഷത്രം. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന തിരുവോണ നക്ഷത്രക്കാർക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. സഹപ്രവർത്തകരുമായുള്ള നിങ്ങളുടെ ബന്ധം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും. തിരുവോണ നക്ഷത്രക്കാരുടെ ഭാഗ്യവർഷമാണ് കടന്നു വരുന്നത്. വ്യാഴവും ശുക്രനും വളരെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമായിരിക്കും തിരുവോണ നക്ഷത്രക്കാർക്ക്. പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ആത്മാഭിമാനം ഉയരുകയും ഉന്നത വ്യക്തികളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും. പുതിയ ഒരു പ്രണയ ബന്ധത്തിന് തുടക്കം കുറിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും സ്ഥിരതയും ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മികച്ച പ്രതിഫലം ഇവർക്ക് ലഭിക്കും. കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളൊക്കെ പൂർണ്ണമായിട്ടും തീരും. ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇവർക്ക് കഴിയും. വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവർക്ക് വന്നു ചേരുന്നത്. നേതൃ ചുമതലകളൊക്കെ വഹിക്കാനുള്ള അവസരം ഇവരെ തേടിയതും ഇവരുടെ ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും. അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുകയും അതുവഴി ധാരാളം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും ഇവർക്ക് കഴിയും. ജീവിതത്തിൽ കൂടുതൽ അർത്ഥം നൽകുന്ന തരത്തിലുള്ള ഉന്നതമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ്. ഏതൊരു പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു ആന്തരിക ശക്തി തിരുവോണ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതായി പ്രസന്ന ചിന്തയിൽ കാണുവാനായിട്ട് സാധിച്ചു. ഇവയുടെ എല്ലാം ആകെ തുകയായി വ്യക്തി ജീവിതത്തിലും തൊഴിൽ രംഗത്തും മികച്ച നേട്ടങ്ങൾ മാറ്റങ്ങൾ കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. തൊഴിൽ മേഖല വളരെയധികം മെച്ചപ്പെട്ട് കിട്ടും എന്നുള്ളതാണ്. ഏറെ നാളായി തിരുവോണ നക്ഷത്രക്കാർ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്ന ഒരു സമയമാണിത്. പുത്തൻ ആശയങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. അതുപോലെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി കൂടുതൽ ഊഷ്മളകരമായ ദാമ്പത്യ ജീവിതം ഇവർക്ക് വന്നു ചേരും. സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. സമൂഹത്തിൽ നിലയും വിലയൊക്കെ വളരെയധികം ഉയരും. ഭാഗ്യ പെരുമഴിയിൽ ജീവിതം സന്തോഷകരമായി തീരുന്ന മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. വിചാരിച്ച കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും. കർമ്മരംഗത്ത് മുന്നേറ്റമുണ്ടാകും. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. തൊഴിൽ തേടുന്നവർക്കും വളരെ നല്ലൊരു സമയമാണിത്. സാമൂഹിക ജീവിതത്തിലും പുരോഗതിയെ സൂചിപ്പിക്കുന്നു. സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും എല്ലാം നേടാൻ കഴിയുന്ന ഒരു സമയമാണിത്. അപ്രതീക്ഷിതമായിട്ട് പല സാമ്പത്തിക നേട്ടങ്ങളും ധനപരമായിട്ടുള്ള പല നേട്ടങ്ങളും അവിട്ടം നക്ഷത്രക്കാരെ തേടി എത്തുന്നതായിട്ട് പ്രസന്ന ചിന്തയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈശ്വരാധീനം കൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. ഏത് കാര്യവും ഇവർ ഏറ്റെടുക്കുന്ന ഏത് കാര്യവും അത് വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. ഒട്ടേറെ പ്രതിസന്ധികളെ പ്രയാസങ്ങളെ തരണം ചെയ്താണ് അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരു തവണയല്ല ഒട്ടനവധി തവണ ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നിയവരാണ് അവിട്ട നക്ഷത്രക്കാർ. വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് വിദേശത്ത് ഉപരിപഠനത്തിനൊക്കെ കഴിയുന്ന ഒരു സമയമാണിത്. അവിടെ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയമാണിത്. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുകയും ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യും ഈ നക്ഷത്രക്കാർ. വാക്ചാതുര്യത്താൽ ആരെയും വശീകരിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് സാധിക്കും എന്നുള്ളതാണ്. കർമ്മരംഗത്ത് വലിയൊരു മുന്നേറ്റമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക. വിദ്യാർത്ഥികളായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാർ
പഠനത്തിൽ മികവ് പുലർത്തും. പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനായിട്ട് ഇവർക്ക് സാധിക്കും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായൊരു സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പദവികളൊക്കെ വന്നു ചേരും. വിവാഹ ആലോചനകളൊക്കെ സഫലമാകും. എതിരാളികളുടെ മേൽ വിജയം നേടാൻ കഴിയുന്ന ഒരു സമയമാണെന്ന് മാത്രമല്ല, കോടതി കേസുകളിലൊക്കെ അനുകൂലമായ വിജയം ഇവർക്ക് വന്നു ചേരും. ഇന്ന് ഈ ഇടവമാസം 1-ാം തീയതി മുതൽ ഈ നക്ഷത്രക്കാർ വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് നടന്നടക്കുകയാണ്. സാമ്പത്തികം, തൊഴിൽ സൗഭാഗ്യം, കുടുംബം, ആരോഗ്യം, വിവാഹം എന്നീ കാര്യങ്ങളിലെല്ലാം സൗഭാഗ്യ ദിവസങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.